ബാബുവിനെ കാണാറുണ്ടല്ലോ. കോളേജിലേക്കുള്ള കാര്യമല്ലേ? പാർക്കിൽ വരണോ? വലിയ സന്തോഷമായി. സ്നേഹം കൊണ്ട് വിളിക്കുകയാണോ? നിശ്ചയമായും. സ്നേഹമാണോ പ്രേമമാണോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും അതിരുവരമ്പ് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ ചോദിച്ചതാണ്. ഒരു ഗേൾ ഫ്രണ്ടിനോടുള്ള ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായത്. അതിന് നിന്ന് തരാൻ എനിക്ക് സാധ്യമല്ല. ഗേൾ ഫ്രണ്ട് ലജ്ജയില്ലല്ലോ മിസ്റ്റർ. വിജയ പറഞ്ഞതുപോലെ പുരുഷനായാൽ മനസ്സിന് ആരോഗ്യം വേണം. എക്സ്ക്യൂസ് മീ. ഹലോ. അല്ല, എന്ത് ചെയ്യായിരുന്നു? കഞ്ഞി വെക്കാൻ അടുപ്പിൽ തീ കത്തിക്കായിരുന്നു. ഓഹോ, അപ്പൊ വീട്ടുജോലിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. വീട്ടുജോലി എനിക്കൊന്നും ബുദ്ധിമുട്ടല്ല. എന്റെ ജോലിയുടെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രമിക്കരുതോ? നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ വീട്ടിൽ നല്ലതല്ലേ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ ഓഹോ, അപ്പൊ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ കള്ളി? അമ്മ കടയ്ക്ക് പോയിരിക്കുകയാണ്. ഞാൻ പകരം വീട്ടിക്കൊള്ളാം. ശമ്പളം കിട്ടി. അമ്മയ്ക്ക് മുണ്ട് വാങ്ങിയില്ലേ? അതൊക്കെ അടുത്ത ആഴ്ച വാങ്ങാം. കുറച്ച് ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് 1 രൂപ വേണം. എന്തിന്? സംഗതി രഹസ്യമാണ്. സിനിമ. അതിനും ആവശ്യമല്ലേ മുണ്ട് വാങ്ങേണ്ടത്? ഇപ്പോഴത്തെ സിനിമ കണ്ടാൽ മുണ്ടിന്റെയും തുണിയുടെയും ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. ഹേയ്, ഈ വേഷം ഒന്ന് മാറ്റൂ. കൈലിയും ബനിയനും നനച്ചിട്ടുണ്ട്. ഉണ്ടോ? സത്യത്തിൽ ഭാര്യ ഒരാവശ്യം തന്നെയാണ്. അതിലും ആവശ്യമാണ് ഭർത്താവ്. അയ്യോ അമ്മ, കപ്പ എരിഞ്ഞു വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അയ്യോ, ഒരു കറിക്കടക്കാൻ കഴിയത്തില്ല. എന്താണെന്ന് പറയുന്നത്? പറയുന്നതാണോടാ ചെറുക്കാവൂറ്റം? ഇതാണോ 20 പൈസയുടെ മീന? അത് തളിഞ്ഞ മോട്ടി. അമ്മ എന്റെ മൂന്നെടുത്ത് മാറ്റൂ. അമ്പേ, പിടിച്ചു പറിക്കാതിരിക്കുന്നവന്മാര്. നമ്മൾ നീ വായിലും ആ പഴയാളിക്ക് കൊടുക്കല്ലേ? എന്താ അമ്മ അത്? ഒന്ന് എനിക്കെന്താ അമ്മേ? അങ്ങനെ ഇപ്പൊ കൊളിച്ച് ചെയ്യുന്നുണ്ട. അമ്മേ ഒന്ന് എനിക്കെന്താ അമ്മേ? അമ്മേ കൊടുക്കല്ലേ മോളെ, കൊടുക്കല്ലേ? ഒന്ന് എനിക്കും. അയ്യോ, എന്താ മോളെ? കൈ മുറിഞ്ഞു നോക്കട്ടെ. അല്ലേ, കൈ മുറിഞ്ഞ തിരിക്കുകയാണോ? മുറിഞ്ഞതേ ഉള്ളൂ. നോക്കട്ടെ. അവക്കാരോടാ സ്നേഹമെന്നറിയാം. കണ്ടോ, മോക്കമ്മ മോടായിട്ട് മോളുവാ. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ
ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കടകത്തിൽ കരിക്കാടി കർക്കടകത്തിൽ കരിക്കാടി. ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ. ഒന്നുറങ്ങൂ ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. പൗർണമി തീർത്ത് കൊടുത്തത് വെള്ളാരം കല്ലിന്റെ കൊട്ടാരം. വൈശാഖ പൗർണമി തീർത്ത് കൊടുത്തത് വെള്ളാരം കല്ലിന്റെ കൊട്ടാരം. കൊട്ടാരക്കെട്ടിൽ വെളിയിടാൻ വന്നത് കർക്കടകത്തിലമാവാസി കർക്കടകത്തിലമാവാസി. ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ. ഒന്നുറങ്ങൂ ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര് താമരക്കുമ്പിളിൽ പനിനീര്. പത്നി കിടന്ന് കിടന്ന് നമ്മൾ മരിക്കാറായി. നമ്മക്ക് നമ്മളെ പഴയ പണി തന്നെ മതിയായിരുന്നു. കള്ളസാക്ഷി പറഞ്ഞാല് ആലാക്ക് പിടിച്ച നാലുവക്കിൽ നമുക്ക് മേടിച്ചെന്ന് പണിയാണ്. ഇപ്പൊ പണിയില്ല, ആ പണിയില്ലാണ്ടായി. പക്ഷെ ഇന്ന് താൻ അന്തസ്സുള്ള ഒരു തൊഴിലാളിയാണ്. തൊഴിലാളിക്ക് നിരാശ പാടില്ല. ഫാക്ടറി പൂട്ടിയിട്ടാൽ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് പ്രസംഗിച്ചില്ലേ മന്ത്രി? നമ്മുടെ പ്രസിഡന്റ് ഗോപി സാർ മന്ത്രി വിളിച്ചതനുസരിച്ച് അങ്ങോട്ട് പോയിരിക്കുകയാണ്. കുറച്ചുകൂടി ക്ഷമിക്കൂ. ക്ഷമിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് 7 ദിവസമായി. തന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ലടോ, എനിക്കുമുണ്ടടോ 3 കുട്ടികൾ.